ഹായ് ഫ്രണ്ട്സ്, ഈസി പി എസ് സി ചാനലിലേക്ക് സ്വാഗതം. പി എസ് സി സംബന്ധമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഒന്നാം ഭാഗം നേരത്തെ നിങ്ങൾ കേട്ടു. ഇതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് എ.കെ. കുമാരൻ മാസ്റ്റർ. എ.കെ. കുമാരൻ മാസ്റ്ററാണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത്. പിച്ചളപാത്രങ്ങളുടെ പറുദീസ എന്നറിയപ്പെടുന്ന കുഞ്ഞിമംഗലം ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലമാണ് പിച്ചളപാത്രങ്ങളുടെ പറുദീസ എന്നറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡയാണ് കേരളത്തിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. നാട്യശാസ്ത്രത്തിൻ്റെ കർത്താവ് ഭരതമുനിയാണ് നാട്യശാസ്ത്രത്തിൻ്റെ കർത്താവ്. ചാവക്കാട് കുള്ളൻ എന്നറിയപ്പെടുന്ന തോട്ടവിള തെങ്ങിനെയാണ് ചാവക്കാട് കുള്ളൻ എന്നറിയപ്പെടുന്ന തോട്ടവിള തെങ്ങിലാണ്. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. യോഗക്ഷേമ സഭയ്ക്ക് രൂപം കൊടുത്ത വ്യക്തി വി ടി ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭയ്ക്ക് രൂപം കൊടുത്തത്. സത്യം ശിവം സുന്ദരം ഏതിൻ്റെ ആപ്തവാക്യമാണ്? ദൂരദർശൻ്റെ ആപ്തവാക്യമാണ് സത്യം ശിവം സുന്ദരം. മഴവിൽ വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്ന മേഖല വ്യാവസായിക മേഖലയാണ് മഴവിൽ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. കുടുംബശ്രീ പദ്ധതി ആദ്യം നടപ്പിലാക്കിയ ജില്ല ആലപ്പുഴ ജില്ലയിലാണ് കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത്. യക്ഷഗാനത്തിന് ഏതെല്ലാം കേരളീയ കലാരൂപങ്ങളുമായി ബന്ധമുണ്ട്? തെയ്യം, കഥകളി. യക്ഷഗാനം, തെയ്യവും അതേപോലെ കഥകളിയുമായിട്ട് ബന്ധമുണ്ട്. എസ്.കെ. പൊറ്റക്കാടിൻ്റെ ആത്മകഥ എൻ്റെ വഴിയമ്പലങ്ങൾ. എസ്.കെ. പൊറ്റക്കാടിൻ്റെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ. ഉള്ളൂരിൻ്റെ ആത്മകഥ സ്മരണമാധുരിയാണ് ഉള്ളൂരിൻ്റെ ആത്മകഥ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. കേരളത്തിലെത്തിയ ആദ്യത്തെ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ. തിരുവനന്തപുരത്ത് കാഴ്ച ബംഗ്ലാവ് സ്ഥാപിച്ച വർഷം 1857 തിരുവനന്തപുരത്ത് കാഴ്ച ബംഗ്ലാവ് സ്ഥാപിച്ചത്. കേരള നിയമസഭയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആദ്യ സ്പീക്കർ കെ. രാധാകൃഷ്ണനാണ് കേരള നിയമസഭയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആദ്യ സ്പീക്കർ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. കേരള പാണി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജവർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ 70 mm ചലച്ചിത്രം, ആദ്യത്തെ 70 mm മലയാള ചലച്ചിത്രം പടയോട്ടമാണ് കേരളത്തിലെ ആദ്യത്തെ 70 mm ചിത്രം. പാവപ്പെട്ടവൻ്റെ കഥകളി എന്നറിയപ്പെടുന്നത് ഓട്ടംതുള്ളലാണ് പാവപ്പെട്ടവൻ്റെ കഥകളി എന്നറിയപ്പെടുന്നത്. മിൽമയുടെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. പ്രവാസികാര്യ വകുപ്പ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. പ്രവാസികാര്യ വകുപ്പ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. കേരളത്തിലെ പ്രധാന സമുദ്രോൽപ്പന്ന കയറ്റുമതി ചാള മീനാണ് കേരളത്തിൽ നിന്നുള്ള പ്രധാന സമുദ്രോൽപ്പന്ന കയറ്റുമതി. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ് പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത്. പൂഞ്ഞാർ രാജവംശത്തിൻ്റെ കൊട്ടാരം ഏത് ജില്ലയിലാണ്? കോട്ടയത്താണ് പൂഞ്ഞാർ രാജവംശത്തിൻ്റെ
കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി കെ സുരേന്ദ്രൻ രചിച്ച നോവൽ ഗുരു. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറി പാലാ നാരായണൻ നായരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറി. ചട്ടമ്പി സ്വാമികൾ സമാധിയായ വർഷം 1924 ചട്ടമ്പി സ്വാമികൾ സമാധിയായത്. ഒ വി വിജയൻ രചിച്ച രാഷ്ട്രീയ ആക്ഷേപഹാസ്യ നോവൽ ധർമ്മപുരാണം. ഒ വി വിജയൻ്റെ രാഷ്ട്രീയ ഹാസ്യ നോവലാണ് ആക്ഷേപഹാസ്യ നോവലാണ് ധർമ്മപുരാണം. പ്രസിദ്ധമായ ജടായു പാറ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഇരവികുളമാണ് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്. തിരുക്കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ടി കെ നാരായണപിള്ള. തിരുക്കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ടി കെ നാരായണപിള്ള. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം. ബുക്കർ പ്രൈസ് നേടിയ ആദ്യ മലയാളി അരുന്ധതി റോയ്ക്കാണ് ബുക്കർ പ്രൈസ് നേടിയ ആദ്യ മലയാളി. കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം. കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന നേതാവ് സി കെ കുമാരപ്പണിക്കറാണ് വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ കാശി എന്നറിയപ്പെടുന്ന സ്ഥലം വർക്കല. തിരുവിതാംകൂറിലെ നിവർത്തന പ്രക്ഷോഭണത്തിൻ്റെ നേതാവ് സി കേശവൻ. തിരുവിതാംകൂറിലെ നിവർത്തന പ്രക്ഷോഭണത്തിൻ്റെ നേതാവാണ് സി കേശവൻ. ആദ്യകാലത്ത് കൊച്ചി രാജവംശം അറിയപ്പെടുന്ന പേര് കേരളത്തിലെ ദേവദാസി സമ്പ്രദായം ആരംഭിച്ച ഭരണകാലം കുലശേഖര ഭരണം. കേരളത്തിലെ ദേവദാസി സമ്പ്രദായം ആരംഭിച്ച ഭരണകാലം കുലശേഖര ഭരണം. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധമായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. 1888 ശ്രീനാരായണ ഗുരു പ്രസിദ്ധമായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. കേരള ഇബ്സൻ എന്നറിയപ്പെടുന്ന വ്യക്തി എൻ കൃഷ്ണപിള്ളയാണ് കേരള ഇബ്സൻ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ സിംഫണി എന്നറിയപ്പെടുന്നത് ചെണ്ടമേളമാണ് കേരളത്തിലെ സിംഫണി എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലം കരമനയിലാണ്. നിള, പേരാർ എന്നീ പേരുകൾ അറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ് നിള എന്നും പേരാർ എന്നും അറിയപ്പെടുന്നത്. കേരളത്തിലെ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കഴക്കൂട്ടം. കേരളത്തിലെ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കഴക്കൂട്ടത്ത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായ വ്യക്തി കെ എം മാണിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായ വ്യക്തി. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ നദിയാണ് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡറാസ്മെയിൽ. കാർഷിക വികസനം ലക്ഷ്യമാക്കി സ്ഥാപിതമായ ബാങ്ക് നബാർഡ്. കാർഷിക വികസനം ലക്ഷ്യമാക്കി സ്ഥാപിതമായ ബാങ്കാണ് നബാർഡ്. നക്ഷത്രങ്ങളെ കാവൽ എന്ന പ്രശസ്ത നോവലിൻ്റെ കർത്താവ് പത്മരാജൻ. നക്ഷത്രങ്ങളെ കാവൽ എന്ന നോവൽ എഴുതിയത് പത്മരാജൻ. മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന നോവൽ രചിച്ചത് എം മുകുന്ദനാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ രചിച്ചത്. ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിന് സാങ്കേതിക സഹായം നൽകിയ രാജ്യം കാനഡ. കാനഡയുടെ സഹായത്തോടെയാണ് ഇടുക്കി അണക്കെട്ട് നിർമ്മിച്ചത്. യക്ഷി എന്ന നോവലിൻ്റെ കർത്താവ് മലയാറ്റൂർ രാമകൃഷ്ണനാണ് യക്ഷി എന്ന നോവൽ എഴുതിയത്. ഉഷ്ണമേഖല, സാക്ഷി, വസൂരി എന്നീ നോവൽ രചിച്ചത് കാക്കനാടൻ്റെ കൃതികളാണ് ഉഷ്ണമേഖല, വസൂരി, സാക്ഷി. മരണ സർട്ടിഫിക്കറ്റ് എന്ന വിഖ്യാത നോവൽ എഴുതിയ ആള്
ആനന്ദാണ് മരണ സർട്ടിഫിക്കറ്റ് എന്ന നോവൽ എഴുതിയത്. NSSൻ്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനാണ് NSSൻ്റെ ആദ്യ പ്രസിഡന്റ്. സാധുജനപരിപാലന സംഘം SNDP സ്ഥാപിച്ചത് അയ്യങ്കാളി. SNDP സ്ഥാപിച്ചത് അയ്യങ്കാളി. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്ന സ്ഥലം ആനമല. ആനമലയിലാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. മലയാളവും സംസ്കൃതവും കലർന്ന ഭാഷയ്ക്ക് പറയുന്ന പേര് മണിപ്രവാളം. മണിപ്രവാളം എന്നത് മലയാള ഭാഷയും സംസ്കൃത ഭാഷയും കൂടിച്ചേർന്നാണ് ഉണ്ടായത്. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയെയാണ് ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂർക്കാർക്ക് എന്ന ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? മലയാളി മെമ്മോറിയലാണ് തിരുവിതാംകൂർക്കാർക്ക് എന്ന മുദ്രാവാക്യം മുഴക്കിയത്. തിരുക്കൊച്ചി സംയോജനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി പങ്കുണ്ണി മേനോനാണ് തിരുക്കൊച്ചി സംയോജനത്തിന് നേതൃത്വം കൊടുത്തത്. സുഭദ്ര ഏത് നോവലിലെ കഥാപാത്രമാണ്? മാർത്താണ്ഡവർമ്മ എന്ന നോവലിലെ കഥാപാത്രമാണ് സുഭദ്ര. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി പി സച്ചിദാനന്ദനാണ് ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ബ്രഹ്മപുരം. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുരത്ത്. കേരളത്തിലെ ആദ്യത്തെ തപാൽ ഓഫീസ് സ്ഥാപിച്ച വർഷം 1857. ആദ്യത്തെ നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം നടന്ന വർഷം 1953. 1953 ആദ്യത്തെ നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം നടന്നത്. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് കൃഷ്ണൻ നായരാണ് ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി KR ഗൗരിയമ്മയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകനായി കാണപ്പെടുന്ന വ്യക്തി AK ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ AK ഗോപാലൻ, AKG. മലയാളത്തിലെ ആദ്യമായി രാഷ്ട്രീയ കഥകൾ എഴുതിയ വ്യക്തി പൊൻകുന്നം വർക്കി. മലയാളത്തിൽ ആദ്യമായി രാഷ്ട്രീയ കഥകൾ എഴുതിയ വ്യക്തിയാണ് പൊൻകുന്നം വർക്കി. പടയണി എന്ന കലാരൂപം ഏത് ജില്ലയിലാണ് രൂപം കൊണ്ടത്? പത്തനംതിട്ട. ഓർക്കുക, പത്തനംതിട്ടയിലാണ് പടയണി എന്ന കലാരൂപം രൂപം കൊണ്ടത്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം. സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനം ആസ്ഥാനവും തൃശ്ശൂർ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ് കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത്. NSSൻ്റെ ആസ്ഥാനം ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് NSSൻ്റെ ആസ്ഥാനം. അഗസ്ത്യാർകൂടം കൊടുമുടി ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരത്താണ് അഗസ്ത്യാർകൂടം കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കുറവ് താലൂക്കുള്ള ജില്ല കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കുറവ് താലൂക്കുള്ളത്. കേരള മന്ത്രിസഭയിൽ നിന്നും ആദ്യമായി രാജിവെച്ച വ്യക്തി PT ചാക്കോയാണ് കേരള നിയമസഭയിൽ നിന്നും ആദ്യമായി രാജിവെച്ച വ്യക്തി. ചാലിയാറിൻ്റെ മറ്റൊരു പേര് ബേപ്പൂർ പുഴ. ചാലിയാറിൻ്റെ മറ്റൊരു പേരാണ് ബേപ്പൂർ പുഴ. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന. കേരള സംസ്ഥാന ഔദ്യോഗിക മൃഗമാണ് ആന. കേരളത്തിൻ്റെ വിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്റർ. ഓർക്കുക, 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വ്യക്തി CK ലക്ഷ്മണനാണ് കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത വ്യക്തി. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി KC ഏലമ്മയാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി.
കേരളത്തിലെ മലയാളിയായ ആദ്യ വനിതാ IPS ഓഫീസർ ശ്രീലേഖ. മലയാളിയായ ആദ്യ വനിതാ IPS ഓഫീസർ ശ്രീലേഖ. തിരുവിതാംകൂറിലെ ഝാൻസി റാണി അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാൻ. കേരളത്തിലെ രാജ്യസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 9. കേരളത്തിലാകെ 9 രാജ്യസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. കേരളത്തിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1957. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല എറണാകുളം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ലയാണ് കേരളത്തിലെ എറണാകുളം. കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മന്ത്രി R. ശങ്കർ. ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായ വ്യക്തി CH മുഹമ്മദ് കോയ. ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് CH. ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി AK ആൻ്റണി. AK ആൻ്റണിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ വ്യക്തി EK നായനാർ. ഏറ്റവും കൂടുതൽ കാലം EK നായനാർ. ഏറ്റവും കൂടുതൽ തവണ കരുണാകരൻ. ഓർക്കുക, തവണ ചോദിച്ചാൽ K കരുണാകരൻ, കൂടുതൽ കാലം ചോദിച്ചു കഴിഞ്ഞാൽ EK നായനാർ. കേരളത്തിലെ ആദ്യത്തെ തൊഴിൽ രഹിത മുക്ത ഗ്രാമം തളിക്കുളം ഗ്രാമം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് പോത്തുകൽ. ഓർക്കുക, ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താണ് പോത്തുകൽ. കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കേരള തുളസീദാസൻ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. OV വിജയൻ്റെ പൂർത്തിയാകാതെ പോയ നോവൽ പത്മാസനം. ഓർക്കുക, OV വിജയൻ പൂർത്തിയാക്കാത്ത നോവലാണ് പത്മാസനം. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും സേതുവും ചേർന്നെഴുതിയ നോവൽ നവഗ്രഹങ്ങളുടെ തടവറ. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും സേതുവും ചേർന്നെഴുതിയ നോവലാണ് നവഗ്രഹങ്ങളുടെ തടവറ. മലയാളത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ മഹാകാവ്യം കേശവീയം. മലയാളത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ മഹാകാവ്യമാണ് കേശവീയം. വള്ളത്തോൾ എഴുതിയ ആട്ടക്കഥ ഔഷധാഹരണമാണ് വള്ളത്തോൾ എഴുതിയ ആട്ടക്കഥ. പറമ്പിക്കുളം ആളിയാർ പദ്ധതി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം ആളിയാർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഈഴവ മെമ്മോറിയൽ സ്ഥാപിതമായ വർഷം 1896. 1896ലാണ് ഈഴവ മെമ്മോറിയൽ സ്ഥാപിതമായത്. മലയാളി മെമ്മോറിയൽ സ്ഥാപിതമായ വർഷം 1891. ഓർക്കുക, 1891 മലയാളി മെമ്മോറിയലും 1896 ഈഴവ മെമ്മോറിയലും. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കർ. ഓർക്കുക, സർദാർ KM പണിക്കറാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് KT കോശി. ജസ്റ്റിസ് KT കോശിയാണ് കേരള ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ്. താങ്ക് യു.